പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഈ കിളിവാതിക്കൽ ഈ ചുവപ്പ് ചരട് കെട്ടുകയും നിന്റെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും പിതൃഭവനത്തെയൊക്കെ നിന്റെ അടുക്കൽ വീട്ടിൽ വരുത്തിക്കൊള്ളുകയും വേണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ഒരു രക്ഷാമാർഗം നാം തിരിച്ചറിയാതെ പോയാൽ എന്ത് സംഭവിക്കും? ചിലപ്പോൾ ദൈവം നമ്മെ രക്ഷിപ്പാൻ വലിയ അത്ഭുതങ്ങൾ ചെയ്യണമെന്നില്ല. ഒരു വാക്കിലൂടെ, ഒരു മുന്നറിയിപ്പിലൂടെ ദൈവം നമുക്ക് രക്ഷയുടെ വഴി കാണിച്ചു തരും. പക്ഷെ ചോദ്യം ഇതാണ്, ദൈവം കാണിച്ച വഴി നാം പിടിച്ചു നിൽക്കുന്നുണ്ടോ? ഇന്നത്തെ വചനത്തിൽ രാഹാബിനോട് ചാരന്മാർ പറയുന്ന ഒരു പ്രധാന നിർദ്ദേശമാണ് നാം വായിക്കുന്നത്. ഈ ദേശത്ത് ഞങ്ങൾ വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കിയ ജനാലയിൽ ഈ ചുവപ്പ് നൂൽ കെട്ടിയിരിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാഹാബിന് ഒരു വാഗ്ദാനം ലഭിച്ചു. അവളുടെ കുടുംബത്തെ രക്ഷിക്കാനുള്ള ഒരു വഴി അവൾക്ക് കാണിച്ചു കൊടുത്തു. പക്ഷെ ഈ രക്ഷ വെറും കേട്ടറിഞ്ഞാൽ മതിയായിരുന്നില്ല. അവൾ അടയാളം ജനലിൽ കെട്ടണം. അതാണ് ഇന്നത്തെ നമ്മുടെ ആത്മീയ സത്യം. ദൈവം കാണിച്ചു തരുന്ന രക്ഷയിൽ, ആ വഴിയിൽ വിശ്വാസത്തോടെ നിൽക്കണം. രാഹാബിന് ചുവപ്പ് നൂൽ ഒരു സാധാരണ നൂൽ മാത്രമായിരുന്നില്ല. അതവൾ വിശ്വസിച്ച ദൈവത്തിൻ്റെ അടയാളമായിരുന്നു. അവർ പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൾ പറഞ്ഞില്ല. അവൾ അത് പ്രവൃത്തിയിൽ കാണിച്ചു. വിശ്വാസം ഹൃദയത്തിൽ മാത്രമുള്ള ഒരു ആശയമല്ല. വിശ്വാസം അനുസരണമായി പുറത്തു വരുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ശക്തി വെളിപ്പെടുന്നത്. ഇത് നമ്മെ നോഹയെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നോഹയോടൊരു പെട്ടകമുണ്ടാക്കാൻ പറയുന്നു. മഴ തുടങ്ങിയ ശേഷം പെട്ടകമുണ്ടാക്കാൻ നോഹ കാത്തിരുന്നില്ല. മഴ കാണുന്നതിന് മുൻപേ, വെള്ളപ്പൊക്കം വരുന്നതിന് മുൻപേ, മറ്റുള്ളവർക്ക് മനസ്സിലാകാത്തപ്പോഴും നോഹ ദൈവവചനത്തിൽ വിശ്വസിച്ച പെട്ടകം പണിതു. രാഹാബ് ജനാലയിൽ ചുവപ്പുനൂൽ കിട്ടിയതും അതുപോലെയാണ്. ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിക്കുക എന്നത് ദൈവം പറഞ്ഞതനുസരിച്ച് ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുക എന്നതാണ്. ഇന്നും ദൈവം നമ്മോട് പല കാര്യങ്ങളും സംസാരിക്കുന്നു. ഒരുപക്ഷെ ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ടാകാം. ഏറെ നാളായി മാറ്റിവെച്ച ഒരു ആത്മീയ തീരുമാനമെടുക്കണമെന്ന് പറയുന്നുണ്ടാകാം. പ്രാർത്ഥനയിലേക്ക് തിരികെ വരണമെന്ന് പറയുന്നുണ്ടാകാം. നമുക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ദൈവം പറഞ്ഞതനുസരിക്കുവാൻ നമുക്ക് എത്രത്തോളം നാം തയ്യാറാണ്? രാഹാബിന്റെ രക്ഷയുടെ അടയാളം ജനാലയിൽ കാണാമായിരുന്നത് പോലെ അനുസരണം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. നമുക്ക് നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. ദൈവം എന്നോട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടും ഞാൻ ഇപ്പോഴും ചെയ്യാതെ മാറ്റിവെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താ? അതുകൊണ്ട് ഇന്ന് ഒരു കാര്യം നമുക്ക് ചെയ്യാം. ദൈവം നേരത്തെ നമ്മോട് ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യുക. ദൈവം കാണിച്ച വഴിയിൽ നടക്കുന്നവനും നിൽക്കുന്നവനുമാണ് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ സുരക്ഷിതരായി തീരുന്നത് എന്ന് ഈ വചനം ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് മാത്രം പോരാ, അനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കണം. അതാണ് രാഹാബിന്റെ ജനാലയിൽ കെട്ടിയ ചുവപ്പ് നൂൽ നൽകുന്ന അടയാളം. നമുക്ക് വചനം കേൾക്കുന്നത് മാത്രമല്ല, വചനം അനുസരിക്കുവാൻ നമ്മെ തന്നെ ഒരുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന നിന്റെ വചനത്തിനായി സ്തുതി. നീ കാണിച്ചു തരുന്ന വഴി തിരിച്ചറിയാൻ, അത് വിശ്വസിക്കുവാൻ, അതിനനുസരിച്ച് നടക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ജീവിതം നിന്റെ വചനത്തിന്റെ സാക്ഷ്യമായി തീരുവാൻ അനുവദിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.